നമസ്കാരം. ഒരു മഹായുദ്ധം വിളിപ്പാടകലെ എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതായത് ഏതു നിമിഷവും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കും, എത്രയും പെട്ടെന്ന് ആക്രമിച്ചേ മതിയാകൂ എന്ന കാര്യം ധരിപ്പിക്കാൻ, ആക്രമിക്കേണ്ടതിന്റെ അത്യാവശ്യം ബോധ്യപ്പെടുത്താൻ ഈ മാസം അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ഇറാനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഇറാൻ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്, അമേരിക്കയെ ഇറാന് പുല്ലുവിലയാണ്, അതുപോലെ തന്നെ അവരുടെ മിസൈൽ പദ്ധതികൾ അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഭീഷണിയാണ്. അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചേ മതിയാവൂ. പെർമിഷൻ മേടിക്കുന്നതിന് വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അതായത് കാര്യങ്ങൾ ഒറ്റക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന കാര്യം ഇസ്രായേലിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡാഡിയെ കാണാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ വാർത്ത യാഥാർത്ഥ്യമാണ്, എന്നെ കാണാനുള്ള സാധ്യതയുണ്ട്. ഗസയുടെ സമാധാനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് വരുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ല. ഇറാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇറാനെ ഒതുക്കുക, ഇറാനെ ആക്രമിക്കുക. ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഭീഷണി അത് ചെറുതല്ല എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രശ്നം. എന്തായാലും ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നേരത്തെ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്ക രംഗത്തെത്തി ഇറാനെ ആക്രമിച്ച സമയത്ത് ഖത്തറിലെ അമേരിക്കൻ താവളത്തിനു നേരെ ഇവിടെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി. അതായത് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ, ഇറാനെ ആക്രമിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അമേരിക്കയുടെ ഒരു സൈനിക താവളങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്ന് കൃത്യമായ ഒരു ഭീഷണി ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇറാൻ അത് പറഞ്ഞില്ലെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. ഏതൊരു അമേരിക്കൻ താവളത്തിനു നേരെ ഞങ്ങൾ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ, തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ, അത് ആ രാജ്യത്തിന് നേരെയുള്ള തിരിച്ചടിയായി ആ രാജ്യങ്ങൾ കാണേണ്ടതില്ല, അത് അമേരിക്കക്കെതിരെയുള്ള തിരിച്ചടിയാണ് എന്നുകൂടെ ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക രംഗത്തെത്തും. അതോടൊപ്പം തന്നെ അമേരിക്ക രംഗത്തെത്തിയാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനേക്കാൾ ശക്തമായി അമേരിക്കക്കെതിരെ ആക്രമണം ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. എന്തായാലും ഇവിടെ ഇറാൻ ഈ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം ഇറാൻ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത യുദ്ധം ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് എന്നാണ് ഇറാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു ഇറാന്റെ പ്രതികരണം. എന്തായാലും വരാനിരിക്കുന്നത് ഒരു മഹായുദ്ധമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ഇനി ഇറാന്റെ ലക്ഷ്യം. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യം അത് നിലനിന്നാൽ, അവിടുത്തെ ഭരണാധികാരികൾ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഒരു കാരണവശാലും ഒരു കാലത്തും സമാധാനം ഉണ്ടാകില്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഖത്തറിലേക്ക് ഹമാസിന്റെ ആളുകളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, വകവരുത്തുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഖത്തറിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഇറാൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദി അറേബ്യ, തൊട്ടടുത്ത ദിവസം ഇറാഖ്, അതിനടുത്ത ദിവസം ബഹ്റൈൻ, അതിനടുത്ത ദിവസം കുവൈത്ത്. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ അതിർത്തി വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന കാര്യം അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, വിശാലമായിട്ടുള്ള ഒരു ഇസ്രായേൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വപ്നമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ സ്വപ്നം, മനസ്സിലിരിപ്പ് ഇറാൻ മാനത്ത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് മാനത്ത് കണ്ടിട്ടുണ്ട്. ഇറാൻ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും അടുത്ത യുദ്ധം ഇസ്രായേൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഇസ്രായേലിനെ വെറുതെ വിടില്ല. ഇസ്രായേൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പ്രചരിച്ചിരുന്നു. എന്തായാലും അതിനു മുമ്പ് ഇസ്രായേൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്, അമേരിക്കയുടെ പെർമിഷനോടുകൂടി ഇറാനെ ആക്രമിക്കുക. എന്തായാലും അത്തരത്തിലൊരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ
ഇസ്രായേലിന്റെ ഉന്മൂലനത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു താവളങ്ങളും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ള നിലപാടും ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.